കേരളത്തിലെ മുഖ്യമന്ത്രിക്കും അതുപോലെ മന്ത്രിമാർക്കും ഒക്കെ തന്നെ നിരവധി സ്റ്റാഫുകളെ ഗവൺമെൻറ് തന്നെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അപ്പോൾ അതേപോലെ തന്നെ ഒരു ക്യാബിനറ്റ് റാങ്കുള്ള പദവിയാണ് പ്രതിപക്ഷ നേതാവിൻ്റേത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 10-25 വരുന്ന സ്റ്റാഫുകൾ അദ്ദേഹത്തിനുമൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള സ്റ്റാഫുകളുണ്ട്. കൂടാതെ നമുക്കറിയാം അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ വലിയ നേതാക്കളിൽ ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ വ്യക്തിബന്ധങ്ങളുണ്ട്, സൗകര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ വിചാരിക്കുന്നത് ഇവരെയൊക്കെ വളരെ അതിഗംഭീരരായിട്ടുള്ള സ്ട്രാറ്റജിസ്റ്റുകളും അതുപോലെ തന്നെ എക്സ്പേർട്ടുകളും ഒക്കെ തന്നെ അഡ്വൈസ് ചെയ്യുന്നുണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വി.ഡി. സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും വലിയ അബദ്ധങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ ഒരു സംശയം ഉണ്ടാവില്ല. അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്ക് പോലും എന്താണ് ഇങ്ങനെ എന്ന് പറയുന്നൊരു സംശയം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ കണ്ടത് ഈ പറയുന്ന വയനാട് പുനരധിവാസ ഫണ്ടുമായി ബന്ധപ്പെട്ടാണ്. പണിയാനുള്ള കാശുണ്ട്, അതെല്ലാം ബാങ്കിൽ കിടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പ്രൊജക്റ്റ് കഴിഞ്ഞിട്ടേ ഞങ്ങൾ കണക്ക് പുറത്തു വിടുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ കടുത്ത സമ്മർദ്ദങ്ങൾക്കൊടുവിൽ കണക്ക് പുറത്തു വിടേണ്ടി വന്നു. കണക്ക് പുറത്തേക്ക് വിട്ടപ്പോൾ അതിനേക്കാൾ വലിയ പുലിവാലായി. കാശില്ലെന്ന് മനസ്സിലായി. കൂടാതെ അത് ഭാഗികമായിട്ടാണ് പുറത്തേക്ക് വിട്ടതെന്ന് മനസ്സിലായി. ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലെ കണക്കുകൾ പുറത്തു വിട്ടിട്ടില്ലെന്ന് മനസ്സിലായി. പിന്നെ ഇത് കൂടാതെ ഇത് മറികടക്കാൻ വേണ്ടി അദ്ദേഹം പണി തുടങ്ങി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള പല തെറ്റായ വിവരങ്ങളും ഒക്കെ കേരളത്തോട് പറഞ്ഞുകൊണ്ടിരുന്നു. അതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി വലിയ തോതിൽ കുറച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല. ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും അദ്ദേഹം അത്തരം നിലപാടുകൾ എടുത്തു. ഉദാഹരണത്തിന് ശിവൻകുട്ടിയെ കയറി ഇവനൊക്കെയാണല്ലോ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്നത്, നമ്മുടെ കുട്ടികളെ ഓർത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഖേദിക്കുന്നു എന്നൊക്കെ പറഞ്ഞു, സങ്കടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിനുശേഷം അദ്ദേഹം ഞാൻ അവനിവൻ എന്നൊന്നും വിളിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇക്കാലത്ത് അങ്ങനെ സത്യങ്ങളൊന്നും അധിക നാൾ മൂടിവെക്കാൻ പറ്റില്ല. ഇത് സോഷ്യൽ മീഡിയ യുഗമാണ്. ഓരോ ഫോണുകളും ഓരോ ഈ പറയുന്ന പോലെ സംപ്രേഷണ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ കാർഡ് വി.ഡി. സതീശൻ്റെ ഞാൻ കാണുന്നത്. ഇന്നലെ ആ വി.ഡി. സതീശൻ്റെ കാർഡ് കണ്ടത് യഥാർത്ഥത്തിൽ വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ ഈ ഗവൺമെൻറ് വന്നാൽ, അതായത് UDF ഗവൺമെൻറ് അധികാരത്തിലേക്ക് വന്നാൽ അംഗീകരിക്കും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. വാഹനങ്ങളൊക്കെ മോഡിഫൈ ചെയ്ത് കുറേ കൂടി ഭംഗിയാക്കണമെന്നൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ആഗ്രഹമുണ്ടാവില്ലേ, ആ ആഗ്രഹമുള്ളവർക്കൊക്കെ തന്നെ ഒരു അനുമതി കൂടി കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞേക്കുന്നത്. ഇത് പക്ഷേ വളരെ ബുദ്ധിപരമായൊരു കള്ളമാണ് എന്നുള്ളത് പറയാതെ വയ്യ, ആ നീക്കവുമാണ് എന്നുള്ളത് പറയാതെ വയ്യ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിൽ കൃത്യമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ടൊരു കാര്യം കാണാം. കാരണം നിരവധി ഈ പറയുന്ന പോലെ ബൈക്ക് റൈഡേഴ്സ്, അതുപോലെയുള്ള ആളുകൾ, അതുപോലെ പല ഗ്യാങ്ങുകൾ, ഈ പറയുന്ന റൈഡർ ഗ്യാങ്ങുകൾ, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ സജീവമാണ്. അപ്പോൾ അവരുടെയൊക്കെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരത്തിൽ മോഡിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള വലിയ സാധ്യതകൾ കാര്യങ്ങൾ അവർ ചെയ്താൽ പിറ്റേ ദിവസം തന്നെ വലിയ ഫൈൻ ഈടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി കൊടുത്ത് അവർക്ക് തോന്നിയ പോലെ ബൈക്ക് ഉണ്ടാക്കാൻ സമ്മതിക്കണമെന്നാണ്. യഥാർത്ഥത്തിൽ ബൈക്കിൻ്റെയും കാറിൻ്റെയൊക്കെ കാര്യത്തിൽ ഒരു മോഡിഫിക്കേഷനും അനുവദിക്കാൻ കഴിയില്ല. അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം അത് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കിയാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പീഡിനെ അത് ബാധിക്കും, അതിൻ്റെ ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിനെ അത് ബാധിക്കും, ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ അത് ബാധിക്കും. അത് ബ്രേക്ക് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളടക്കം നിരവധി കാര്യങ്ങൾ, അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സിനെ എല്ലാം അത് ബാധിക്കാൻ പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കവേർഡ് സ്ഥലങ്ങളിലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ നാട്ടിൽ കൊണ്ടുപോകുന്ന പോലൊരു തടിയോ അല്ലെങ്കിൽ ഓലയോ ബാക്കിയുള്ളതൊക്കെ കെട്ടിവെച്ച്, ബൈക്കോലൊക്കെ കെട്ടിവെച്ച് മറ്റേ സൈഡൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ വണ്ടി കൊണ്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ സ്ട്രിക്റ്റായി കേരളത്തിലും ഇന്ത്യയിലൊക്കെ അടക്കം നടപ്പാക്കേണ്ട നിയമമാണ്. പക്ഷേ ജസ്റ്റ് ഒന്ന് കയ്യടി കിട്ടാനും കുറച്ച് യുവാക്കളുടെ വോട്ടുകൾ കൂടുതൽ കിട്ടുമെങ്കിൽ പോരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് വി.ഡി. സതീശൻ ഇത്തരത്തിലുള്ള ഒരു അടിയടിച്ചേക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഓഡിയോ ആയിട്ട് ഞാൻ കേട്ടില്ല, വീഡിയോ ആയിട്ട് ഞാൻ കണ്ടില്ല, പക്ഷേ കാർഡാണ് കണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സത്യം എന്താണ്? വി.ഡി. സതീശൻ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി.ഡി. സതീശൻ മത്സരിക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിലേക്കായിരിക്കണം, അദ്ദേഹം പ്രധാനമന്ത്രിയാകണം. അല്ലാതെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഇത് അനുവദിക്കാൻ കഴിയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ? ഈ നിയമം എന്ന് പറയുന്നത്, മോട്ടോർ വെഹിക്കിൾസ് ആക്ട് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കുന്ന നിയമമാണ്. അതിനെതിരായിട്ട് നമുക്കിവിടെ ഒരു നിയമം പാസ്സാക്കാൻ പറ്റില്ല. യാതൊരു കാരണവശാലും ഇത്തരത്തിലുള്ള മോഡിഫിക്കേഷൻ അനുവദിക്കുന്ന കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടൊന്നും അനുവദിപ്പിക്കൽ കേരളത്തിന് വേണ്ടി മാത്രമായിട്ട് സാധ്യമാകുന്ന കാര്യമേ അല്ല. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ബേസിക് കാര്യങ്ങളെ കുറിച്ച് തന്നെ നമ്മൾ കള്ളം പറഞ്ഞാൽ അത് ഒറ്റടിക്ക് പൊളിഞ്ഞു വീഴും എന്ന് പറയുന്ന യാഥാർത്ഥ്യം പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശൻ മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ മുതൽ അദ്ദേഹം വീണ്ടും ട്രോൾ ചെയ്യപ്പെടുകയാണ്. വീണ്ടും ഈ പറഞ്ഞ പോലെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്ത് പൊട്ടത്തരമാണ് ഈ പറഞ്ഞു ചോദിച്ചുകൊണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുള്ള 10ഓളം വരുന്ന ന്യൂസ് ചാനലുകളെയും അതുപോലെ തന്നെ നിരവധി പത്രങ്ങളെയും ഒന്നും ഭയക്കുന്നതിനേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വളരെ ജാഗ്രതയോടുകൂടി മറ്റുള്ളവരുടെ മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കാനിരിക്കുന്ന ആളുകളെ നിങ്ങൾ ഭയക്കേണ്ടതുണ്ട്. കാരണം അത്തരത്തിലുള്ള സോഷ്യൽ ഓഡിറ്റിന് നിരന്തരമായി എല്ലാവരും തന്നെ വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ വി ഡി സതീശൻ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരണം. അദ്ദേഹം മത്സരിക്കുന്നത് ഒരു കാരണവശാലും ഈ പറയുന്ന പോലെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാകാനല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനാണ്. അങ്ങനെ ആയാൽ പോലും ഇനി വി ഡി സതീശൻ വേണമെന്ന് വിചാരിച്ചാൽ പോലും അദ്ദേഹം ഒരു ബൈക്ക് മേടിച്ചിട്ട് അത് മോഡിഫൈ ചെയ്തിട്ട് ഇതുവഴി ഓടിച്ചുകൊണ്ട് നടക്കൽ പ്രായോഗികമല്ല എന്നുള്ള യാഥാർത്ഥ്യം പറഞ്ഞുകൊള്ളട്ടെ. ഇത്തരത്തിലുള്ള വിടുവ ഡയലോഗുകൾ അടിക്കരുത് എന്നുള്ളതാണ് വിനയപൂർവ്വം എനിക്ക് അദ്ദേഹത്തോട് അപേക്ഷിക്കാറുള്ളത്.